വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അലിയാർ ഖാസിമി അഭിപ്രായപ്പെട്ടു. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് വഖഫ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ ഭിന്നിപ്പിന്റെ പ്രതിനിധികളായ ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയുടെ പിന്തുണയില്ലാത്ത 100 ആൾ വോട്ട് ചെയ്താൽ, നമുക്കറിയാം നമ്മുടെ ഭരണാധികാരിയുടെ സ്ഥിതി, 100 ആൾ വോട്ട് ചെയ്താൽ, എല്ലാവരും വോട്ട് ചെയ്യാറില്ല രാജ്യത്ത്. 140 കോടിയുടെ പ്രധാനമന്ത്രിയാണെന്ന് പ്രധാനമന്ത്രി വീമ്പ് പറയുമ്പോ 140 കോടി വോട്ടൊന്നും കൊടുത്തിട്ടല്ല അദ്ദേഹത്തിന്. ഒരു 80-85 കോടി വോട്ട് തന്നെ ചെയ്യാറുള്ളൂ. കാരണം 50 അല്ലെങ്കിൽ 55% വോട്ട് ചെയ്യുള്ളൂ. എല്ലാവരും വോട്ട് കിട്ടി പ്രധാനമന്ത്രിയാണെന്നല്ല. ഈ വോട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തന്നെ 100 പേർ വോട്ട് ചെയ്യുമ്പോൾ 35 പേര് വോട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 65 പേര് നിങ്ങൾ പ്രധാനമന്ത്രി ആകണം വോട്ട് ചെയ്ത. എറിയാട് പേ ബസാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിലും അഴീക്കോട് 4 സീസൺ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന പൊതുസമ്മേളനത്തിലും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. സമ്മേളനം കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് മഹല്ല് ഏകോപന സമിതിയുടെയും വഖഫ് സംരക്ഷണ സമിതിയുടെയും ചെയർമാൻ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് അസ്ലം, ജനറൽ കൺവീനർ NM നൌഷാദ്, MA സുലൈമാൻ എന്നിവർ സംസാരിച്ചു. വിവിധ ജുമാ മസ്ജിദുകളിലെ ഇമാമുമാർ, മഹല്ല് ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.